നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. ഞായറാഴ്ച താനൂർ ബീച്ച് റോഡിലെങ്ങും നിശബ്ദത തളം കെട്ടിയിരുന്നു. തീരദേശ മേഖലയായ താനൂരിന്റെയും ജില്ലയുടെയും വികസനത്തിനായുള്ള തീരുമാനങ്ങൾ പിറവിക്കൊണ്ട കുട്യാലിക്കടവത്ത് വീട് വരെ മൗനം നീണ്ടു. ഒരു കാലത്ത് കേരള സർക്കാരിന്റെ വാഹനങ്ങൾ തിരക്കുകൂട്ടിയെത്തിയ വീട്ടുമുറ്റത്തേക്ക് വീണ്ടും സർക്കാർ വാഹനങ്ങൾ ഓടിയെത്തി. പരാതിയുമായി കടന്നുവരാറുള്ള നൂറുകണക്കിന് സാധാരണക്കാർ തങ്ങളുടെ നേതാവിനെ അവസാനമായി കാണാനെത്തി. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം. സൗമ്യമായി പുഞ്ചിരിച്ച് പുസ്തകങ്ങളോട് കൂട്ടുകൂടിയിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അതൊന്നുമില്ലാതെ വീടിനുള്ളിലെ കട്ടിലിൽ കിടക്കുന്നു. ഖുർആൻ സൂക്തങ്ങൾ മുഴങ്ങുന്നു. പ്രമുഖരെന്നോ സാധാരണക്കാരനെന്നോ ഭേദമില്ലാതെ ഓരോരുത്തരും അന്തിമോപചാരം അർപ്പിച്ചു. സൗകര്യം പോലെ ചിലർ വീട്ടിനുള്ളിലും വൈകുന്നേരമായപ്പോൾ മുറ്റത്തുമായി മയ്യത്ത് നമസ്കരിച്ചു. ആകാശത്ത് മൂടി നിന്ന് കാർമേഘം പോലെ ചിലരുടെ മനസ്സിൽ സങ്കടഭാരം മുഖത്ത് നിഴലിച്ചു. നേതാക്കളിൽ പലരും കുട്ടി മുഹമ്മദ് കുട്ടിയുടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു. ജീവിതത്തിലെ പ്രധാന കാലമത്രയും നിലകൊണ്ട് താനൂരിനോടും പ്രിയപ്പെട്ടവരോടും അവസാന യാത്ര പറഞ്ഞ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ മയ്യത്ത് രാത്രി 8:30 താനൂർ വടക്കേപ്പള്ളി ജുമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ ഖബറടക്കി. പള്ളിയിൽ നടന്ന മയ്യത്ത് നിസ്കാരത്തിന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് താനൂർ.